അല്ലോ ഭർത്തായിക്ക പെണ്ണേ ഇജ്ജ് മാഞ്ഞാളം കളിക്കാതെ മുമ്പക്ക് നോക്കി നടന്നട്ടാ. അന്റെ ഒരു മാഞ്ഞാള ഇജ്ജ് നിർത്തിക്കോ. ഇതേ കോഴിക്കോട്ടങ്ങാടിയാണ്. നോക്കടി പാത്തു, ധാരാടി ഇജ്ജ് നോക്കിയ നമ്മുടെ പ്രേമലേഖൻ എഴുതിയ എസ്കേപ്പ് ഒറ്റക്കാട്ടോ. മൂപ്പര് മുട്ടായി തെരുവുക്ക് നോക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കണ് കണ്ട. ഉമ്മക്കൊന്നും അറിയൂല. പ്രേമലേഖനല്ല ഉമ്മ, നാടൻ പ്രേമാണ്. എന്ത് കുന്ത്രാണ്ടെങ്കിൽ ആവട്ടെ, ഇങ്ങോട്ട് നടക്ക്. കുറ്റി അടിച്ച പോലെ നിക്കാണ്ട്. ഉമ്മ അതാ കോഴിക്കോട്ടെ കടല്. പോട്ടെ, അത് കടലും പോയൊന്നും അല്ല, അതാണ് നമ്മുടെ മാനാഞ്ചിറ കുളം. റബ്ബേ, ഇത്രയും വലിയ കുളോ? ഇമ്മ നമുക്ക് ഇതിലൊന്ന് കുളിച്ചാലോ? അയ്യേ അയ്യന്റെ പാത്തു, ഈ അങ്ങാടിന്റെ നടക്കുന്ന കുളിക്കല്. അതെ, പണ്ട് സാമൂരി രാജാവ് ഉണ്ടാക്കിയ കുളാണ്. അതും ഇതും നോക്കാണ്ട് വേഗം ഇങ്ങോട്ട് പോന്നോ. അതാ ഉമ്മ ഒരു കല്ലിന്റെ ആട്, നല്ല മൊഞ്ച്. അതാണ് പാത്തുമ്മാന്റെ ആട്. ഏത് പാത്തുമ്മാന്റെ? നമ്മളെ ബഷീറിന്റെ പാത്തുമ്മാന്റെ ആട്. നമ്മളെ കൽദ്രാജീന്റെ മോൻ ബഷീറിന്റെയോ? കലന്തനും കൊലന്തനും ഒന്നും അല്ല, നമ്മടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. അല്ല പാത്തു, ഇതൊന്നും ഇജ്ജ് കേട്ടിട്ടില്ലേ? പിന്നെ ഇജ്ജ് എന്തിനാ പോത്തെ സ്കൂളിക്ക് പോയത്? നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ തന്നെ. ഇനി വേഗം നടക്കാൻ നോക്ക്. എന്തിട്ടാടി ഒരു കാട്ടുന്നത്? ഒരു റീല് പിടിക്കാണുമ്മ. എന്നിട്ട് ഈ അങ്ങാടിയിൽ നടക്കുന്ന ഉമ്മാരി കാട്ടലൊക്കെ. എന്താടി ആ ഒരു ഒച്ച വെക്കണത്? ഓണല്ല ഉമ്മ, ഒരു വില്ലടിച്ചം പാട്ടിന് പോണ കൂട്ടറാ. എവിടെയാടി പാത്തു ആ പാട്ട്? നമ്മളെ സിറ്റി ഹൗസില്. പാട്ട് മാത്രല്ല, നല്ല ഭക്ഷണം ഉണ്ടോല്ലേ. തന്നെ എന്നാ പാത്തോ, ഞമ്മക്ക് അങ്ങോട്ട് പോയാലോ? ജി മാഞ്ഞാള് കളിക്കാണ്ട് വേഗം അങ്ങോട്ട് നടക്കാൻ നോക്ക്. ഭക്ഷണം കഴിക്കുക. നമുക്കൊരു ബില്ലടിച്ചാൻ പട്ടായാലേ? ആയിക്കോട്ടെ, ആവാം. ബില്ലടിച്ചാൻ പാട്ടാവാം. ഈ ബില്ലടിച്ചാൻ പാട്ട് എങ്ങനെ ഉണ്ടായതെന്ന് അറിയോ? ആർക്കും അറിയോ? പണ്ടല്ല, ഇപ്പോഴും നായാട്ടിന് പോക്കുണ്ടല്ലേ. ഇപ്പൊ നായാട്ടിന് പോവുക നോക്കുവായിട്ടാ അല്ലേ? പണ്ട് രാജാക്കന്മാരൊക്കെ നായാട്ടിന് പോവുക അമ്പും വില്ലും എടുത്തിട്ടാ. ഇപ്പോഴും ഇരിപ്പുണ്ടല്ലേ ചില നായാട്ടുകാരൊക്കെ. ചീത്ത പറയണ്ട, അടി കിട്ടും.
അപ്പോൾ അങ്ങനെ നായാട്ടിന് പോയ സമയത്ത് എന്താ ഉണ്ടായിച്ചാലേ ഇവരിങ്ങനെ വേട്ടയാടി ഇരിക്കുന്ന സമയത്ത് അമ്പും പുല്ലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടും. വില്ലിനിങ്ങനെ കൊട്ടിയിട്ട് പാട്ട് പാടും. ആ അങ്ങനെ ഉണ്ടായ പാട്ടാണ് എന്ത് ആമ്പാട്ട്. അപ്പോ ഒരു വില്ലടിച്ചാമ്പാട്ട് പാട്ടല്ലേ തുടങ്ങിയല്ലേ? നിങ്ങളും കൂടെ പാടണം കേട്ടോ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാട് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്ന് കൊഞ്ചി ഉമ്മായെ നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട് പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട് പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. 1000 കൊമ്പ് മുളച്ചു കുങ്കിലമ്പൊടും പത്രജാലകം തളിരിട്ടു നിൽക്കുന്ന ചില്ലതോറും മലർച്ചാരുറ്റ പൂങ്കുല ജാലരമ്യം. ചെമ്പകപ്പൂ